ഹായ് കുട്ടികളെ, എല്ലാവർക്കും CA നെറ്റ്ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ വെബ് ടെക്നോളജിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ 4 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് സ്ക്രിപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റുകളെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി സ്ക്രിപ്റ്റ് അതൊരു നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലാണ് നമ്മൾ സ്ക്രിപ്റ്റിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആർ പ്രോഗ്രാം കോഡ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. ഓക്കെ, നമ്മൾ HTML-നകത്ത് എഴുതുന്ന കോഡാണ് എന്തെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ജാവാ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മളിത് എവിടെയാണ് എഴുതുന്നതെന്ന്, ദേ ആർ യൂസിങ് ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, ലൈക്ക് നോട്ട് പാഡ്. ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മൾ ചെയ്യുന്നത് ജീനിയിലാണ്, ജീനി നോട്ട് പാഡിലാണ് നമ്മൾ ചെയ്യുന്നത്, ജീനി എഡിറ്ററിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTML ഡോക്യുമെന്റ്സിനുള്ളിൽ നമ്മൾ എഴുതുന്നതാണ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിത് സാധാരണ HTML എഴുതുന്നത് പോലെ തന്നെ എവിടെയാണ് എഴുതുന്നത്, ടെക്സ്റ്റ് എഡിറ്ററിൽ അല്ലെങ്കിൽ നോട്ട് പാഡിലാണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് ജീനി ഉണ്ട്, നമ്മൾ ജീനി എഡിറ്ററിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ലൈക്ക് ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ദെൻ PHP, Perl, എക്സെട്ര. ഓക്കെ, ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഇതൊക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അതോടൊപ്പം തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ്. ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കോഡ്സ് ആണ്. അത് എവിടെ എഴുതുന്നത്, അത് HTML ഡോക്യുമെന്റ്സിനുള്ളിൽ, അത് HTML പ്രോഗ്രാംസിനുള്ളിലാണ് നമ്മളത് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ, പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്, ഈ സ്ക്രിപ്റ്റ് ടാഗുകൾക്കുള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ക്രിപ്റ്റ് ഈസ് യൂസ്ഡ് ടു എംബഡ് ടു റെഫർ ആൻഡ് എക്സിക്യൂട്ടബിൾ സ്ക്രിപ്റ്റ് വിത്തിൻ ആൻ HTML ഡോക്യുമെന്റ്സ്. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി സ്ക്രിപ്റ്റിന് നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് നമുക്ക് പറയാം. അതാണ് ടൈപ്പ് ആട്രിബ്യൂട്ടും അതേപോലെ തന്നെ SRC ആട്രിബ്യൂട്ട്സും. ഓക്കെ, ടൈപ്പ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ആ പേരിൽ തന്നെ ഉണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ്, മനസ്സിലാവുന്നുണ്ടോ? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്, അതേപോലെ VB സ്ക്രിപ്റ്റ് ഉണ്ട്, PHP ഉണ്ട്, Perl ഉണ്ട്, അങ്ങനെ മോർ ദാൻ സ്ക്രിപ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ക്രിപ്റ്റ് ആണ് എഴുതുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇതാ ഇവിടെ നോക്കുക, സ്ക്രിപ്റ്റ് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടൈപ്പ് ജാവാ സ്ക്രിപ്റ്റ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അപ്പോഴും മനസ്സിലാവും എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഏത് സ്ക്രിപ്റ്റാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ജാവാ സ്ക്രിപ്റ്റ് അല്ലേ. അപ്പോൾ ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ഏത് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ടൈപ്പ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി SRC ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ്റ്റേണൽ നമുക്ക് ഫയൽസ് ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അറ്റാച്ച് ചെയ്തിട്ട് അത് നമുക്ക് ലിങ്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഫയൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫയൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊരു പാത്ത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ആ ഒരു പാത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, SRC ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാനുള്ളത് സ്ക്രിപ്റ്റ് എന്താണ്, സ്ക്രിപ്റ്റ് എവിടെയാണ് നമ്മൾ എഴുതുന്നത്, കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈനാമിക് വെബ് പേജസിലാണ്. സ്ക്രിപ്റ്റ് ഏത് ടാഗിനിടയിലാണ് എഴുതുന്നത്, സ്ക്രിപ്റ്റ് ടാഗുകൾക്കിടയിലാണ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ സ്ക്രിപ്റ്റിന് 2 ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പ് ആട്രിബ്യൂട്ടും SRC ആട്രിബ്യൂട്ട്സും. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ക്രിപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്ക്രിപ്റ്റ് ആണോ HTML കോഡിനുള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, SRC ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊക്കെ എക്സ്റ്റേണൽ ഫയൽസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ലിങ്ക് ചെയ്യിച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ ഫയൽസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ആ എക്സ്റ്റേണൽ ഫയൽസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഉണ്ടാവും. ആ പാത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് SRC ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്. ഓക്കെ, ഇനി ഇവിടെ സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും അതേപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് ക്ലയൻറ്റിൻ്റെ സൈഡിലായിരിക്കും. സെർവർ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും അത് എവിടെയായിരിക്കും? സെർവറിലായിരിക്കും. ഓക്കെ, ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രൗസർ. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ സെർവർ സ്ക്രിപ്റ്റുകളാണെന്നുണ്ടെങ്കിലോ അത് എവിടെയായിരിക്കും? സെർവറിലായിരിക്കും റൺ ആവുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ആ പേരുകൊണ്ട് തന്നെ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതിൽ ക്ലയൻറ്റ് സൈഡ് വെബ് പേജസും അതേപോലെ തന്നെ സെർവർ സൈഡും, അതായത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും പറഞ്ഞല്ലോ. ആ ഒരു ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിലാണെങ്കിൽ എന്താണ്? ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതെന്ത് ചെയ്യുക? ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് വേണ്ടിയിട്ട് കുറച്ച് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ASP, JSP, PHP എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ആക്ഷൻ സ്ക്രിപ്റ്റ്, ഡാറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജസ് ആണ് നമ്മൾ എന്ത് യൂസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രൗസർ ആണ്. അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ആക്ഷൻ സ്ക്രിപ്റ്റ്, ഡാറ്റ് എക്സെട്ര എന്നൊക്കെ പറയുന്നത് ഏത് ലാംഗ്വേജസ് ആണ്? അതായത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അത് സെർവർ സൈഡിലായിരിക്കും അത് റൺ ആവുക. അതേപോലെ തന്നെ ഇത് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിട്ട് നമുക്ക് ASP, JSP ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇത് നമുക്ക് എക്സാമിൽ ചോദിക്കും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ക്ലയൻറ്റ് ബ്രൗസറിലാണ്. ഓക്കെ, സ്ക്രിപ്റ്റ് എവിടെയാണ് ഉണ്ടാവുക? ക്ലയൻറ്റ് ബ്രൗസറിലാണ്. ദെൻ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിലാണെങ്കിൽ അത് വെബ് ബ്രൗസറിലായിരിക്കും. ദെൻ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടഡ് ഇൻ ദി ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് ബ്രൗസറിലായിരിക്കും അത് എക്സിക്യൂട്ടഡ് ആവുക. പക്ഷെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വെബ് സെർവറിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? അത് റിസൾട്ട് അതെങ്ങോട്ട് എവിടെയായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ക്ലയൻറ്റ് ബ്രൗസറിലേക്കായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് മെയിൻലി യൂസ്ഡ് വാലിഡേഷൻസ് ഓഫ് ഡേറ്റ അറ്റ് ദ ക്ലയൻറ്റ്. ഓക്കെ, അത് ക്ലയൻറ്റ് ആയിരിക്കും ചെയ്യുക. ഓക്കെ, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേറ്റാബേസ് ആണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റാബേസ് കണക്ട് ചെയ്തിട്ടായിരിക്കും അത് വർക്കാവുക. ഓക്കെ, അടുത്തത് അതായത് യൂസേഴ്സ്, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് യൂസേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ സെർവർ സൈഡിൽ അത് അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. യൂസർക്ക് ഒരിക്കലും ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ് ബ്രൗസർ, ഓക്കെ, അതായത് നമ്മുടെ ബ്രൗസറിന് ചില നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൺ ആകുന്ന സമയത്ത് അതിൻ്റെ ടൈപ്പ് അതേപോലെ തന്നെ അതിൻ്റെ വേർഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അവിടെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലമേ വരാവുന്നില്ല. ഓക്കെ, ഇതാണ് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും അതേപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഇതോടൊപ്പം തന്നെ ആ ലൈവ് ക്ലാസ്സും കൂടെ കയറി കാണാൻ മറക്കല്ലേ കേട്ടോ. അടുത്തത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് പറഞ്ഞു, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പറഞ്ഞു, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പറഞ്ഞു, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് പറഞ്ഞു. ദെൻ ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓക്കെ
കോഡ് 1 ഒക്കെ ചോദിച്ചിട്ടായിരിക്കും വരിക. അതായത് കുറച്ച് ലാംഗ്വേജസ് തന്നിട്ട് അതിൽ നിന്ന് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എടുത്ത് എഴുതാൻ പറയും. ചിലപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എടുത്ത് എഴുതാനായിട്ട് പറയും. ചിലപ്പം ഓരോ ലാംഗ്വേജസിന്റെയും എക്സ്റ്റൻഷൻ എന്താണെന്ന് ചോദിക്കും. കുറച്ചും കൂടെ ടെക്സ്റ്റിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതായത് ആരാണ് ഇതിന്റെ ഡെവലപ്പർ എന്നൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിലോട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് ജാവ സ്ക്രിപ്റ്റ് പറഞ്ഞുതരാം. ജാവ സ്ക്രിപ്റ്റ് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js ആണ്. അതെന്ന് പറയുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ദെൻ VB എന്ന് പറഞ്ഞാൽ വിഷ്വൽ ബേസിക് ആണ്. ഓക്കെ, വിഷ്വൽ ബേസിക് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .VB ആണ്. അതെന്ന് പറയുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ആണ്, അതേപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ആണ്. പിന്നെ വരുന്നത് PHP, ASP ആൻഡ് JSP. ഈ ഒരു 3 ലാംഗ്വേജസ് എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. PHP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ ആണ്. അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .PHP. ദെൻ ASP എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സെർവർ പേജസ്, അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ASP. ദെൻ JSP എന്ന് പറയുന്നത് ജാവ സെർവർ പേജസ് .JSP. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇതിനകത്ത് ജാവ മാത്രമാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിട്ട് വരുന്നുള്ളൂ. VB എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡും ആണ്, അതോടൊപ്പം തന്നെ സെർവർ സൈഡും ആണ്. ബാലൻസ് വരുന്ന എല്ലാം എന്താണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്നത് എവിടെയാണ്? നോട്ട് പാഡിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമുക്ക് സ്ക്രിപ്റ്റ് HTML നമ്മൾ കൊടുക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് നമുക്ക് വേണം എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതേപോലെ തന്നെ സ്ക്രിപ്റ്റിന് 2 ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ടൈപ്പ് ആട്രിബ്യൂട്ടും SRC ആട്രിബ്യൂട്ട്സ് ആണെന്ന് ഓർത്തിരിക്കാം. ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്ക്രിപ്റ്റ് ആണ് എന്ന് പറയാനാണ് ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫയൽസ് നമ്മൾ ലിങ്ക് ചെയ്യിക്കാം, പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് SRC ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റിംഗ് നമുക്ക് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ? ഇനി കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ നിന്ന് നമുക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഏതാണ്, അതേപോലെ തന്നെ സെർവർ സൈഡ് ക്ലയന്റ് സൈഡ് സെർവറും ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും അതേപോലെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും ഏതാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. പിന്നെ നിങ്ങൾ ലൈവ് ക്ലാസ് കയറി കാണാൻ മറക്കല്ലേ കേട്ടോ. കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ഫ്ലോയിൽ വരുന്നത് കുറച്ച് ലൈവിലുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേഗം പെട്ടെന്ന് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഞാനിങ്ങനെ ഇതെടുത്തിടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. Thanks for watching. Please subscribe CA Netbook channel for more computer science and computer application classes. Don't forget to do comment, like and share.